SM അനസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ അനസ്, ഇതിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആരോഗ്യമന്ത്രി എത്തിയതും ഒരു നിവേദനം പോലെ അല്ലെങ്കിൽ ഒരു പരാതി പോലെ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുകയാണ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഇതാ കേസ് എടുത്തിരിക്കുന്നത്. എന്ത് വിചിത്രമായ കാര്യമല്ലേ? തീർച്ചയായും നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ അവർ ആരോഗ്യമന്ത്രിയോട് അവരവരുടെ പരാതികൾ പറയേണ്ട ഒരു സ്ഥിതി, ആ പരാതി പറഞ്ഞവർക്കെതിരെ കേസ് എടുത്തുന്നത് അതിനേക്കാളും വിചിത്രമാണ്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യം ചെലവും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ്. കാരണം കുട്ടികൾക്ക് പഠനം, മാതാപിതാക്കളുടെ ചികിത്സ, അല്ലെങ്കിൽ കുടുംബത്തിലെ ചെലവ്, ഇത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നു പോകുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ തന്നെ വേണം. അപ്പൊ കഴിഞ്ഞ 2 മാസമായി, കാരണം ജീവനക്കാർ പറയുന്നത് 1.5 വർഷത്തോളമായി അവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും നാളായിട്ട് ശമ്പളം ലഭിക്കാതെ അവരുടെ ബുദ്ധിമുട്ട് ഇവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കാത്തപ്പോൾ അവരുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആൾക്കാർക്കെതിരെ കേസെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ജീവനക്കാരോ 2 ജീവനക്കാരോ അല്ല, 100-ൽ പരം ജീവനക്കാരാണ്. അതിൽ നഴ്സിംഗ് ഓഫീസർമാരുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റുമാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, എല്ലാ വിഭാഗം ജീവനക്കാരും ഉണ്ട്. അപ്പൊ അത്രത്തോളം അവരുടെ പരാതി ഉന്നയിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയമോ അവരുടെ സംഘടനയോ ഒന്നുമല്ല നോക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ടും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നോക്കുന്നത്. അവർ പറയുന്നത്, അവരുടെ ആശങ്കയാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അവർ നിവേദനം കൊടുത്തു, യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പൊ അവരുടെ പ്രതിഷേധം അവർ അറിയിക്കാനുണ്ടായത്. ആ അറിയിക്കുന്ന ആൾക്കാർക്കെതിരെ FIR ഒക്കെ ഇട്ട് അവർക്കെതിരെ കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ കേരള ഗവൺമെന്റ് നഴ്സസ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നം പരിഹരിച്ച് അവരുടെ ഇതുവരെയുള്ള കുടിശ്ശിക, അവരുടെ ശമ്പളം എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മുൻകൈ എടുത്ത് അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാത്ത വശം കേരളത്തിലെ മുഴുവൻ ആരോഗ്യ ആശുപത്രികളിലും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ പേരിൽ നേതൃത്വത്തിൽ സമരപരിപാടികളായി മുന്നോട്ട് പോകും. ഇപ്പോൾ ശ്രീ അനസ്, ഇതിലിപ്പോൾ ഈ കേസ് എടുത്തത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ശമ്പളം ലഭിക്കില്ല, ജോലി ചെയ്താൽ മതി, അത് അക്കാര്യം പക്ഷെ വകുപ്പ് മന്ത്രി അറിയാൻ പാടില്ല, അതാണോ ഇവരുടെ ഉദ്ദേശം? അതുകൊണ്ടായിരിക്കുമോ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്, പരാതിയായി നൽകിയിരിക്കുന്നത് ഈ മന്ത്രിയുടെ വഴി മുടക്കി, അവിടെ തിരക്കുണ്ടാക്കി, അങ്ങനത്തെ വിചിത്രമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിലാണിപ്പോൾ ഇത്ര വേഗമൊക്കെ നടപടി നടക്കുന്നതും. അതാ ഞാൻ പറഞ്ഞത്, വിചിത്രമായ ഒരു നടപടിയാണ്. ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന പോലെയാണ്. കാരണം അവരുടെ അവകാശം, അവരുടെ ശമ്പളം ചോദിക്കുമ്പോൾ അത് അർഹതപ്പെട്ട അല്ലെങ്കിൽ അത് നേടി കൊടുക്കേണ്ട, അത് തരേണ്ട ഒരു വ്യക്തിയോട്, വകുപ്പ് മന്ത്രിയോട് തന്നെ അവരുടെ പരാതി ഇടപെട്ട് ശമ്പളം തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെട്ടവർക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തെ ലഘൂകരിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നമില്ല, ഇത് ആവശ്യമില്ലാതെ അവർ സമരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു നടപടിയിലേക്ക്. കാരണം എങ്ങനെയെങ്കിലും ഈ സമരക്കാരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതൊരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ശമ്പളം ലഭിക്കാത്തവരിൽ അവർക്ക് പല രാഷ്ട്രീയ പാർട്ടിയിലും അല്ലെങ്കിൽ പല സംഘടനയിൽപ്പെട്ട ഒരുപാട് ജീവനക്കാരുണ്ട്. അവർ സ്ഥിരം ജീവനക്കാർ പോലും അല്ല, താൽക്കാലിക ജീവനക്കാരാണ്. കാരണം സ്ഥിരം ജീവനക്കാർക്ക് കിട്ടുന്ന വരുമാനവും അല്ല അവർക്ക് കിട്ടുന്നത്. കാരണം അവരുടെ കുടുംബം അവരുടെ കുടുംബം മുന്നോട്ട് പോകാനുള്ള അവർ ജോലി ചെയ്ത, അതാ ഞാൻ പറയുന്നത്, ജോലി ചെയ്ത ശമ്പളമാണ് ചോദിച്ചത്. അതിൽ ഫ്രീ ആയിട്ട് അവരുടെ പൈസ തരണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടല്ലാത്ത പൈസ തരണമെന്നോ ഒന്നുമല്ല. അവരുടെ വിയർപ്പിന്റെ പൈസയാണ് അവർ ചോദിച്ചത്. അവർ കഷ്ടപ്പെട്ട് അവർ ഡ്യൂട്ടി എടുത്ത് ഇത്രയും ദിവസം, മനസ്സിലാക്കേണ്ടത് ആ ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് യാത്രാ ചെലവ്, അവരുടെ കുടുംബത്തിന്റെ ചെലവ് എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് നേടിത്തരണം, ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ വൈകാരികമായി പോയിട്ടുണ്ടാകാം. അവരുടെ സങ്കടങ്ങൾ വൈകാരികമായി മന്ത്രിയോട് ധരിപ്പിച്ചപ്പോൾ അത് വഴിമുടക്കിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് പോയി കാണാം. പക്ഷെ എന്ന് കരുതി അവർക്കെതിരെ കേസ് കൊടുക്കുക, നടപടി എടുക്കുക എന്നുള്ളത് കേരളത്തിന് വലിയൊരു ലജ്ജാകരമായ നടപടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിന് ഉടൻ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാണ് അവിടെ നിന്ന് മന്ത്രി മടങ്ങേണ്ടിയിരുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, വളരെ ശ്രീ അനസ് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.